നമസ്കാരം. ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷായളവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ടി.പി. കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ആഭ്യന്തരം കുത്തഴിഞ്ഞ അവസ്ഥയാണെന്നൊക്കെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് തടയിടുന്ന ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷായളവ് നീക്കത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് എതിരെ സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗസ്ഥരെയാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവിൽ പ്രകാരം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷം വീണ്ടും വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ ഈ നീക്കം. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിയമസഭയിൽ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിഷയം ഉന്നയിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഇരിക്കെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ വിഷയം സതീശന് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ഇനി അടുത്തതായി ഏത് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ മോശമാക്കാമെന്ന ഗവേഷണത്തിലായിരിക്കും സതീശനും പിള്ളേരും. ടി.പി. കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നിരന്തരമായി അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം വരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അന്വേഷണ വിധേയമായാണ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3 പേർക്ക് ശിക്ഷാ ഇളവ് നൽകിവിട്ടെന്നുള്ളതായിരുന്നു സർക്കാർ നീക്കമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടാനുള്ള നീക്കം പുറത്തു വന്നതോടെ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ച ഒരു സംഭവം കൂടിയായിരുന്നല്ലോ ഇത്. ഹൈക്കോടതി വിധി വകവയ്ക്കാതെയാണ് ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നടന്നത്. എന്നാൽ ഈ നീക്കത്തിന് തടയിട്ടുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.